poem, Chandala Bhikshuki, Kumaranashan beautifully exposes the cruelty of caste discrimination and upholds the universal truth that all human beings are equal. Today, our students bring this timeless poem to life through a visual presentation, Chandala Bhikshuki, by the students of 7ABC. ചണ്ടാല ഭിക്ഷുകി. കത്തിക്കാളുന്ന ഗ്രീഷ്മത്തിലാണ് കഥ നടക്കുന്നത്. കാളുന്ന സൂര്യനെ സ്പർശിച്ച് നീലാകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന അരയാലിന്റെ ചുവട്ടിലേക്ക് ഒരു ബുദ്ധഭിക്ഷു കടന്നു വന്നു. ആനന്ദൻ എന്നാണ് ആ ഭിക്ഷുവിന്റെ പേര്. നേരെ കിഴക്കേ പെരുവഴി വിട്ടുള്ളോരൂരുപാതയൂടെ ഇങ്ങു തന്നെ ആരോ നടന്നു കുഴഞ്ഞു വരുന്നുണ്ട്. ചാരത്തായാളൊരു ഭിക്ഷുവത്രേ. ഹോ, എന്തൊരു ചൂടാണ്! പൊള്ളുന്ന വെയിൽ തന്നെ. ദാഹിച്ചിട്ട് വയ്യ. അല്പം ജലം കിട്ടിയിരുന്നെങ്കിൽ. ഹോ, എന്തൊരു തണൽ, എന്തൊരു ആശ്വാസം! ആഹാ, ഒരു കിണറല്ലേ കാണുന്നത്. അല്പം ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ. ഹായ്, എന്ത് ഭംഗിയുള്ള പക്ഷികൾ! ശോ, അതങ്ങ് പോയല്ലോ. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ. ആഹാ, ഒരു സഹോദരിയാണല്ലോ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്. അല്പം ദാഹജലം ചോദിക്കാം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂ. അയ്യോ, എന്താണിത്? അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. പാടില്ല, ഞാൻ അയിത്തജാതിക്കാരിയാണ്. ഞാൻ തൊട്ട വെള്ളം അങ്ങയ്ക്ക് കുടിക്കാൻ തരില്ല. ഗ്രാമത്തിന് പുറത്തു വസിക്കുന്ന ചാമർനായകന്റെ കിടാത്തിയാണ് ഞാൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതനിക്കു നീ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. സഹോദരിയുടെ പേരെന്താണ്? മാതങ്കി. സഹോദരി മാതങ്കി, പുണ്യാത്മാവായ ബുദ്ധ ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ധന്യയായി ഭഗവാനെ. നിർവാണ നിധി കണ്ട മഹാസിദ്ധൻ, സർവലോകൈക വന്ദ്യൻ ദയാകുലൻ, ഗർവാധീശൻ അനുഗ്രഹിക്കും നിന്നെ
പൂർവചന്ദ്രവദനേ ഞാൻ പോകുന്നു. എന്തൊരു ദിവ്യമായ മുഖമായിരുന്നു അദ്ദേഹത്തിന്. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയുന്നില്ല. വിലയേറിയതെന്തോ കളഞ്ഞു പോയതുപോലെ തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ സ്വരം മനസ്സിനെ വല്ലാതെ കുഴയ്ക്കുന്നു. ദൈവമേ, എൻ്റെ ഉള്ളം പിടയ്ക്കുന്നു. എന്തു ചൈതന്യമായിരുന്നു ആ മുഖത്തിന്! മനസ്സിൽ നിന്നും മായുന്നില്ലല്ലോ. വല്ലാത്ത അസ്വസ്ഥത. എന്തു മധുരമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്! ഒരു സമാധാന ദൂതനെ പോലെ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? മനസ്സേ, അടങ്ങുക. ഞാനാര്, അദ്ദേഹം ആര്? ഇനിയും എനിക്കിവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പോയ വഴിയിലൂടെ ഞാനും പോകുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന കുടിലെ, എനിക്ക് ഇന്നുവരെ അഭയവും ആശ്രയവും തന്ന എന്റെ മൺകുടിലെ, നിന്നോട് ഞാൻ യാത്ര ചോദിക്കുന്നു. ഇനി ഞാൻ തിരിച്ചു വരില്ല. ഇത് അദ്ദേഹത്തിന്റെ പാദമുദ്രയാണല്ലോ. യതി പുങ്കവന്റെ വഴി തുടർന്നീ മതിമുഖി പോകയാം തർക്കമില്ല. അഴലാർന്നിവളഹോ സ്വാമി തന്റെ വഴിയോരും ശ്വാവിന്റെ നാസക്കേലും അനഘമാം ശക്തിയില്ലാഞ്ഞീതാനീം തനതിന്ദ്രിയത്തെ ശപിക്കുന്നുണ്ടാ. എന്ത് സുന്ദരമായ സ്ഥലം! ഇത് ബുദ്ധ ഭഗവാന്റെ ആശ്രമമാണെന്ന് തോന്നുന്നല്ലോ. ഭഗവാനെ, അങ്ങ് അകലെയുള്ള ഒരു ഗ്രാമത്തിലെ കന്യകയാണിവൾ. തീർത്ഥയാത്രക്കിടയിൽ നടന്നു തളർന്ന ഞാൻ ദാഹജലത്തിനായി യാചിച്ചപ്പോൾ ഐത്തത്തിന്റെ നൂലാൽ ബന്ധിതയായ ഈ കന്യക ഭയത്താൽ മാറി നിന്നു. പിന്നീട് ദാഹജലം നൽകി എൻ്റെ ക്ഷീണമകറ്റി യാത്രയാക്കുകയും ചെയ്തു. എല്ലാം നാം അറിയുന്നു വത്സ. മകളെ, നീ പോന്നതു ഭംഗിയായി, സകലമറിഞ്ഞു നാം കാര്യം ഭദ്രേ. അനഘനാനന്ദനു തണ്ണീർ നൽകി കനിവാർന്നു വത്സേ, നീ ദാഹം തീർത്തു. ജനിമരണാർത്തിതമാകും തൃഷ്ണയിനി നിനക്കുണ്ടാകാതാകയാവൂ. അവളുടെ ഭാവമറിഞ്ഞു പിന്നെ സുവിമല ധർമ്മോപദേശം ചെയ്തു. അവളെ തൻ ഭിക്ഷുകീ മന്ദിരത്തിൽ നിവസിച്ചു കൊള്ളുവാനും ആജ്ഞാപിച്ചു.
ഹായ്, അറിഞ്ഞില്ലാന്നുണ്ടോ ബുദ്ധഭഗവാൻ ചെയ്യുന്ന അനാചാരങ്ങളെ? എന്താണ് നടന്നത്? ഭഗവാന്റെ ആശ്രമത്തിലെ ഒരു ചണ്ഡാല സ്ത്രീയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ശിവ ശിവ, എന്താണ് ഈ കേൾക്കുന്നത്? അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ? നേരോ അയിത്തോ നീണ്ടലുമൊന്നും ഇല്ലേ? നാം ഇന്നോളം ആചരിച്ചു പോകുന്ന നിഷ്ഠകളെല്ലാം ലംഘിക്കപ്പെടുകയാണോ? കാലങ്ങളായി നിലനിന്ന് പോകുന്ന അയിത്താചാരം ഒരു ചണ്ടാലി കാരണം തടസ്സപ്പെടുകയാണോ? ശിവ ശിവ, ഇനി എന്തെല്ലാം നാശങ്ങളാണ് വരാൻ പോകുന്നത്? ഇങ്ങനെ വിട്ടാ പറ്റില്ല. ആ ചണ്ഡാലിയെ അടിച്ചു പുറത്താക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് മഹാരാജാവിനെ കാണാൻ പോകാം. പരിഹാരം വല്ലതും ഉണ്ടാവും നോക്കാം. ശരി, നിൽക്കണ്ട. വാ. കൊട്ടാരത്തിലേക്ക് പോവാം. ശരി, നിൽക്കണ്ട. ശരി, വാ. അങ്ങോട്ട് നടന്നേക്കാം. നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. മഹാരാജൻ, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അങ്ങയെ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. ബ്രാഹ്മണ ശ്രേഷ്ഠ, എന്താണ് അങ്ങ് പതിവില്ലാതെ? ആഗമനോദ്ദേശം പറഞ്ഞാലും നാം എന്താണ് ചെയ്തു തരേണ്ടത്? മഹാരാജൻ, ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാണ്. പരാതിയോ? എന്താണ് പറഞ്ഞാലും? ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ ഒരു ചണ്ടാല പെണ്ണിനെ പാർപ്പിച്ചിരിക്കുന്നു. എന്ത്? നേരോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാറ്റിൽ പറത്തി എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചിരിക്കുന്നു. അതും ചത്തറിയിക്കലും കുഴിവെട്ടലും ശവം കാവലുമായി നടക്കുന്ന ഹീനജാതിക്കാരൻ, കണ്ടാൽ അറയ്ക്കുന്ന ചാമർനായകന്റെ മകളെ. എന്നാലും നാം എങ്ങനെ ബുദ്ധഭഗവാനോട് ആജ്ഞാപിക്കും? മഹാരാജാവേ, മുനിമാരും അങ്ങയുടെ പ്രജകളാണ്. ആശ്രമ പരിസരത്തെ വരിനെല്ലിന്റെ 6-1 കരം തരേണ്ടവരാണ്. അതുകൊണ്ട് എന്തിനു മടിക്കണം? നാട് മുടിയുന്നതിന് മുമ്പ് ആ ചണ്ടാലയെ പറഞ്ഞുവിടാൻ ആജ്ഞാപിച്ചാലും. മുനിമാര് നൽകുന്ന കരം വേറെയാണ്, അങ്ങയ്ക്ക് അറിയാമല്ലോ. മഹാരാജാവേ, ഈ നാട് ഭരിക്കുന്നത് അങ്ങാണ്. അങ്ങയെ അനുസരിക്കാത്ത ഒരു ഈശ്വരനും ഈ നാട്ടിൽ വേണ്ട. അങ്ങ് ശാന്തനായാലും നാം ബുദ്ധഭഗവാനെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കാം. ആരവിടെ? പടത്തലവ, ഉടൻ തന്നെ ബുദ്ധഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. വേഗം. എഴുന്നള്ളിയാലും മഹാരാജൻ, എഴുന്നള്ളിയാലും മഹാരാജൻ അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണെന്നറിയിച്ചാലും നാം അങ്ങയ്ക്കായി എന്താണ് ചെയ്തു നൽകേണ്ടത്? ഭഗവാൻ, അത് പിന്നെ അത് കാര്യങ്ങളെല്ലാം മനസ്സിലായി മഹാരാജൻ. അങ്ങയുടെ പ്രയാസം നാം മനസ്സിലാക്കുന്നു. മാതങ്കി എന്ന യോഗിനിയെ പറഞ്ഞയക്കണമെന്ന ആവശ്യത്തിനല്ലേ അങ്ങ് വന്നത്? മഹാരാജൻ, മനുഷ്യന്റെ രക്തത്തിലും അസ്ഥിയിലും മജ്ജയിലും ജാതിഭേദം കാണുന്നില്ല. എല്ലാവരുടെയും ശരീരഘടന ഒന്നാണ്. ബ്രാഹ്മണനെ പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ഉരുവായതാണ് ചണ്ടാളനും. എല്ലാവർക്കും അവയവങ്ങളും ഒന്നുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് ഭിന്നത കാണാൻ കഴിയുക? ഭഗവാൻ, അങ്ങ് പറയുന്നത് സത്യമാണ്, തീർത്തും ശരി തന്നെ. പക്ഷേ അടിയന്റെ ശങ്ക ഉയർത്തിക്കേണ്ടത് അങ്ങയുടെ മുൻപിലല്ലേ? അങ്ങ് അടിയന് സങ്കട നിവൃത്തി ഉണ്ടാക്കിത്തരണം. സർവജ്ഞനല്ലോ ഭഗവാൻ. ധർമാധർമ്മത്തെ നിർവചിക്കേണ്ടത് അവിടുന്നല്ലേ? മഹാരാജൻ, നെല്ലിൻ്റെ ചുവട്ടിൽ മുളയ്ക്കുന്ന കളയല്ല ചണ്ടാളൻ. സത്യധർമ്മങ്ങൾക്കെതിരാണ് ശാസ്ത്രമെങ്കിൽ അത് തിരുത്തുക മഹാരാജൻ. ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരമായി വന്നേക്കാം. ചിലപ്പോൾ അത് നാളത്തെ ശാസ്ത്രമായെന്നും വരാം. അറിഞ്ഞുകൊണ്ട് അതെല്ലാം അനുവദിക്കരുത് മഹാരാജൻ. ഭഗവാൻ, അവിടുന്ന് നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഇവിടെ മനുഷ്യനെല്ലാം ഒന്നാണെന്ന സത്യം നാം തിരിച്ചറിയുന്നു.
സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. Spirits of storytelling in the silver screen.